അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സമകാലികം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ സമകാലികം പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സെക്രട്ടറിയും അതുപോലെ മത രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യവും CH സെൻറ്ററിൻ്റെ കാര്യദർശിയുമൊക്കെ ആയിട്ടുള്ള വളരെ സവിശേഷപ്പെട്ട വ്യക്തിയായ ബഹുമാന്യനായ CP ചെറിയ മുഹമ്മദ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളമായി പ്രവർത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന CP അവർകളെ വളരെ സാദരപൂർവ്വം ഈ സമകാലിക പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സർ, നമ്മൾ പീസ് റേഡിയോയിൽ ഈ സമകാലിക പരിപാടിയിൽ ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സന്ദർഭത്തിൽ അനുയോജ്യനായ ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ശരിക്കും കുറേ കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ശരിക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു പ്രോഗ്രസ്, അവൻ്റെ പുരോഗതിയുടെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ വിദ്യാഭ്യാസം. പക്ഷേ വിദ്യാഭ്യാസം എന്താണ്, ആ പഠനത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് വെച്ച് തുടങ്ങുകയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് നമ്മൾ പറയാം? വളരെ സന്തോഷമുണ്ട് ഇത്തരം ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ. പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ പ്രവർത്തന നിലക്ക് വിദ്യാഭ്യാസം എന്താ അറിയില്ല, എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായി കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. ആ അർത്ഥത്തിൽ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനം അതൊരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ്. സത്യത്തിൽ എഡ്യൂക്കേഷൻ എന്ന ഇംഗ്ലീഷ് പദം അത് എഡ്യൂക്കരെ എന്നൊരു ലാറ്റിൻ പദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ആ ഉത്ഭവം ലാറ്റിൻ പദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന എഡ്യൂക്കരെ ഇറ്റ് മീൻസ് ലീഡ് ഫോർത്ത് എന്ന്, മുന്നോട്ട് നയിക്കുക. അതിലെല്ലാം ഉണ്ട്, പിറകോട്ട് വലിക്കാനല്ലാതെ. സമൂഹത്തെ, നാടിനെ, വ്യക്തിയെ, രാഷ്ട്രത്തെ, ലോകത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഏകകമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം 1986 കൊത്താരി കമ്മീഷന് ശേഷം, രണ്ടാമത് കൊത്താരി കമ്മീഷൻ 1968, അതിനുശേഷം 1986 രാജീവ് ഗാന്ധിയുടെ സമയത്ത് രാജീവ് ഗാന്ധി അതിൻ്റെ ആമുഖത്തിൽ പറയുന്നത് ഇറ്റ് ഈസ് എ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ടേക്കിംഗ് അവർ കൺട്രി ഇൻ ടു 21st സെഞ്ച്വറി എന്നാണ്. അപ്പോൾ അത്ര വലിയൊരു ആയുധമാണത്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം എന്നത് അത് മാറ്റത്തിനുള്ള ഏറ്റവും വലിയ ചാലക ശക്തിയായി. അതുതന്നെയാണ് ടു ലിബറേറ്റ്, ടു അജിറ്റേറ്റ്, നമുക്ക് ക്ഷോഭിക്കാനും പ്രക്ഷോഭിക്കാനും നമുക്ക് വിമോചിപ്പിക്കാനും ഒക്കെ ഉള്ള, ചുരുക്കി പറഞ്ഞാൽ വിമോചനത്തിൻ്റെ ഒരു പ്രത്യയ ശാസ്ത്രം അതാണ് വിദ്യാഭ്യാസം. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് സമൂഹത്തെയും നാടിനെയും വ്യക്തിയെയും ഒക്കെ ഒരു നേരാം വഴിക്ക് നയിക്കാനുള്ള ഒന്നാണ് എഡ്യൂക്കേഷൻ. നമുക്കറിയാം, ഇതിൽ എന്താ പറയുക, ഭൂമി ജീവിതം ആരംഭിച്ച കാലം മുതൽ വിജ്ഞാനം നേടുന്നുണ്ട്, പല രൂപത്തിൽ മനുഷ്യൻ നേടുന്നുണ്ട്. പ്രാചീന കാലഘട്ടത്തിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള പഠനം എന്നത് അവർക്ക് കായികപരമായ ശേഷിയുണ്ടായിരുന്നു, പക്ഷേ ആശയം അന്നില്ല. ക്രമേണ ബുദ്ധിയുടെ വികാസത്തിനനുസരിച്ച് ആശയം രൂപപ്പെടുകയാണ്. അതിനു മുമ്പ് അവർ കല്ലെടുത്ത് എറിഞ്ഞ് തേങ്ങയിടുന്ന മാങ്ങയിടുന്ന ഒരു കാലം, അത് മാറി അത് കയറിയാൽ കിട്ടുമെന്നുള്ളൊരാശയം. അപ്പോൾ ആശയവും പ്രയോഗവൽക്കരണവും രണ്ടും ഒന്നിച്ച് അത് ക്രമേണ ഇങ്ങനെ അഭിവൃദ്ധിപ്പെട്ട് വരികയായിരുന്നു. ഈ ഒരു സഞ്ചാരം ആദ്യ മനുഷ്യനിൽ തൊട്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ വരുമ്പോൾ ഇന്നത്തെ ക്ലാസ് മുറിയിലും നമ്മൾ നേടുന്ന അറിവിനെ ഏറ്റവും പുതിയതിലേക്ക് എങ്ങനെ നമുക്ക് ഇംപ്ലൈ ചെയ്യാൻ കഴിയും, അതാണ് ഇതിലുള്ള അവസ്ഥ. അതിനോടൊക്കെ ഒറ്റ കാര്യമേ ഉള്ളൂ, മൂല്യവത്തായ ഒരു ജീവിതം മനുഷ്യനുണ്ടാവുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇപ്പോൾ അതിൻ്റെ സൈദ്ധാന്തിക തലങ്ങളിലേക്ക് പോയാലും തത്വശാസ്ത്രപരമായ ഫിലോസഫിയിലേക്ക് പോയാലും അത് എത്തൻസ് മുതൽ ഇന്ന് വരെയുള്ള എല്ലാം, പിന്നെ മഹാന്മാരായ പ്രവാചകന്മാരുടെ എല്ലാം വൈസക്കീഹിം യാലിമുഹുൽ കിതാബ വൽ ഹിക്മത്ത എന്ന് പറഞ്ഞത്. ആ പറഞ്ഞതിലെല്ലാം ഉണ്ട്. ലോകക്രമത്തെ, വൈജ്ഞാനികമായ ഒരു ലോകക്രമത്തെ പഠിപ്പിക്കാനാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ
അർത്ഥതലം എന്നത് നമ്മൾ ആരും വിചാരിക്കും പോലല്ല, ഉം. അത്ര വിപുലമായ ലോകത്ത് മാനവിക സാംസ്കാരികം. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിവിലൈസേഷൻ ആൻഡ് കറ്റോസ്ട്രഫി എന്ന്. ഉം. ഒരു സൈദ്ധാന്തികൻ്റെ വലിയ ഒരു ഭാവന അതാണ്. അത് ദുരന്തത്തിനും നാഗരികതയ്ക്കും ഇടയ്ക്കുള്ള വ്യത്യാസമാണ്, അല്ലെങ്കിൽ പിന്നെ ദുരന്തമാണ്. അപ്പോൾ അതിനേക്കാളും ഇനി ഒരു ക്ലിയർ കട്ടായ ഒരു നിർവചനം പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ ഉന്നതമായൊരു ലക്ഷ്യം അത് നടപ്പിലാക്കുന്നവരാണ് വിദ്യാഭ്യാസ പ്രവർത്തകർ. ചെറുതും വലുതുമായ രൂപത്തിൽ തനിക്ക് വ്യക്തിപരമായും സാമൂഹികമായും സംഘടനാപരമായും എല്ലാ അർത്ഥത്തിലും ഇത് ഏറ്റെടുത്ത് നടത്തുമ്പോഴാണ് നാട്, സമൂഹം ഒക്കെ മുന്നോട്ട് പോകുന്നതും അവരെ എല്ലാ അർത്ഥത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ഏതൊക്കെ പാരതന്ത്ര്യത്തിൻ്റെ ചങ്ങലക്കെട്ടുകളുണ്ടോ അതൊക്കെ പൊട്ടിച്ചെറിയാൻ വിദ്യാഭ്യാസമാണ്. അതാണ് അത് എഡ്യൂക്കേറ്റ് ടു ലിബറേറ്റ് ടു അജിറ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നെൽസൺ മണ്ടേല പറഞ്ഞത്, പിന്നെ അത് തന്നെ അംബേദ്കർ പറഞ്ഞത്. അങ്ങനെ അതിനൊക്കെ ഉപരിയായുള്ള റിഫൈൻമെൻറ്റ് ഓഫ് ദി മൈൻഡ് എന്ന് പറഞ്ഞ മനസ്സിൻ്റെ ശുദ്ധീകരണമാണെന്ന് സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ലോകത്ത് ഇന്ന് വരെ വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ഒരു നൈതിക മൂല്യം അത് ഉയർത്തിപ്പിടിക്കാൻ ആണ് എന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായമില്ല വിദ്യാഭ്യാസം. പക്ഷെ അങ്ങനെ പോരുമ്പോൾ കാലക്രമേണ മനുഷ്യനിൽ ഈ ഒരു മാറ്റം നടന്നു വരികയും അതിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എത്രത്തോളം മനുഷ്യൻ്റെ നൈതികതയെയും അല്ലെങ്കിൽ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നൊരു ചോദ്യം വരുമ്പോൾ എന്താ നമ്മൾ പറയാം? ഇന്നതിൽ നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യവും, പക്ഷേ അതിലൊക്കെ ചില ഒരു സഞ്ചാര മാറ്റം, ഒരു അബദ്ധസഞ്ചാരം ഇതിലൊക്കെ നടന്നിട്ടുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ത് എന്നിടത്ത് ഈ പറഞ്ഞ ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യൻ്റെ മൂല്യവത്തായ, അതിലിപ്പോൾ ഞാൻ പറയുന്നു കൃത്യമായിട്ടും എഡ്യൂക്കേഷൻ അതൊരു പൊളിറ്റിക്കൽ ആക്റ്റാണ്, അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യാഭ്യാസം വന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ ഗവൺമെൻറ്, ഭരണകൂടം, സമൂഹം, അവിടെയൊക്കെ ടേസ്റ്റുകൾ, താല്പര്യങ്ങൾ ഇതിലൊക്കെ സ്വാധീനിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം അതിൽ സമൂഹത്തിൻ്റെയും താല്പര്യങ്ങൾ മാറി വരുന്നു. പലപ്പോഴും അത് എഡ്യൂക്കേഷൻ എന്നത് ഒരു കേവലമായ ചില തൊഴിൽ നേടുന്നതിനുള്ള ഒരു സംഗതിയായി മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. ആ ചുരുങ്ങലിലാണ് പലപ്പോഴും ഈ പരിങ്ങൽ വിദ്യാഭ്യാസം ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അവിടെ ഗാന്ധിജി പറഞ്ഞ മൂല്യങ്ങളുണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്തിടത്ത് വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ പ്രസക്തി ഇല്ലാതെ ആവുന്നു എന്ന് പറഞ്ഞു. പുതിയ കാലഘട്ടത്തിൽ നമ്മളതിനെ ചേർത്ത് വായിക്കുമ്പോൾ ഗാന്ധി ഡ്രൗട്ട് ദ ബെസ്റ്റ് എന്നാണല്ലോ. ഡ്രൗട്ട് ദ ബെസ്റ്റ്, കുട്ടിയിൽ നിന്ന്, പീപ്പിളിൽ നിന്ന് അവൻ്റെ ഏറ്റവും നല്ലതിന് പുറത്തെടുക്കുക എന്നാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിയിൽ ഏറ്റവും മോശമായ ഒന്നുണ്ടോ, അതെന്തോ അറിയാതെ, അതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. വീട് കാരണമാവുന്നുണ്ട്, സമൂഹം കാരണമാവുന്നുണ്ട്, നമ്മുടെ പ്രത്യേകിച്ച് വിദ്യാലയം എന്നത്, കോളേജ് എന്നത്, ക്യാമ്പസ് എന്നത് ഇറ്റ് ഇസ് എ ക്രോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണത്. ആ സമൂഹത്തിൽ എന്തൊക്കെ ഉണ്ടോ, ഏതൊക്കെ സംഭവങ്ങളുണ്ടോ, വിഷയങ്ങളുണ്ടോ, അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ ക്യാമ്പസിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ലോകത്ത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സംസ്കരണം നടന്നിട്ടുണ്ടല്ലോ ഓരോ സിവിലൈസേഷനുകൾ വഴി വന്ന്. നമ്മുടെ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം അതിൽ ബാക്കിലാണ്, അല്ലെങ്കിൽ ലോകത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു വിദ്യാഭ്യാസത്തിൽ? വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിന് മാതൃക കാണിച്ചവരാണ് ഇന്ത്യ. ലോകത്തിന് മാതൃക കാണിച്ചവരാണ്. നമുക്ക് അത്ഭുതമാണ് നമ്മൾ ഇന്ത്യയുടെ പ്രാക്തനകാല ഇന്ത്യയിലെ വിദ്യാഭ്യാസ ചരിത്രത്തിലേക്കൊക്കെ പോകുമ്പോൾ. അത് വിജ്ഞാനം എന്നതൊക്കെ കേവലമായ ഒരു അറിവിൻ്റെ ഒരു സംഗതി അല്ല. അറിവിനേക്കാളും അറിവിനെ വീണ്ടും വീണ്ടും സാധന ചെയ്ത് അവരുണ്ടാക്കിയെടുക്കുന്ന ഒരു ഇൻബോൺ ക്വാളിറ്റിയുടെ വലിയൊരു സംഗതിയായിട്ടാണ് വിജ്ഞാനം. ആ വൈജ്ഞാനിക പടുക്കലുടെ ഒരു നാടായിരുന്നു ഇന്ത്യ, രാജ്യമായിരുന്നു. അതുകൊണ്ടാണ് നളന്ദയിലേക്കും തക്ഷശിലയിലേക്കും 10,000 വിദ്യാർത്ഥികളെ ആ ഒരു കാലം പഠിപ്പിക്കുക ഇന്ത്യ. അവിടെ
ചരകനെ പോലെ ചാണക്യൻ പോലെ അതിബുദ്ധിമാന്മാരായ ലോക പ്രശസ്തരായ ഗണിതശാസ്ത്രകാരന്മാർ, ഖഗോളശാസ്ത്രകാരന്മാർ, അതുപോലെ ഏറ്റവും പ്രഗത്ഭരായ ഭിക്ഷുക്കന്മാർ, ഇവരൊക്കെ ക്ലാസ് എടുത്തിരുന്ന അതിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിലേക്ക്, ഇന്ത്യയിലേക്ക് വിദേശ വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തിരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്, അങ്ങോട്ട് പോവുകയാണ്. അന്നത്തെ പ്രാക്തനമായ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് സമൂഹത്തിൽ വിഭജനമില്ലായിരുന്നു. അന്നത്തെ നളന്തയും തക്ഷശിലയും ഉൾപ്പെടെയുള്ള എല്ലാ സർവകലാശാലകളും. പക്ഷെ ഇന്ന് ജാതീയതയുടെ അഗ്രഹാരങ്ങളായി ഇന്നത്തെ ക്യാമ്പസുകൾ മാറുമ്പോൾ തിരിച്ചുപോക്ക് നടന്നുകൊണ്ടിരിക്കുക. അന്ന് അതല്ല. അവിടെ അന്നത്തെ അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഭേദങ്ങളില്ലാതെ അവിടെ ഗുരു ശിഷ്യൻ്റെ ഉദാത്തമായ ബന്ധങ്ങളിലൂടെ അവരുണ്ടാക്കിയെടുത്ത വലിയൊരു വിദ്യാഭ്യാസത്തിൻ്റെ വർണ്ണരാജ്യമുണ്ട്. ഇപ്പം ഇന്നെന്താ? ഇന്ന് ഏൻഷ്യൻ്റ് ഉണ്ടാക്കുകയാണ്. എന്തിനാണ് ഉണ്ടാക്കുന്നത്? പഴയകാല തെറ്റുകളെ ഇന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ആവർത്തിക്കാതിരിക്കാം, വരാതിരിക്കാൻ പ്രതിരോധിക്കാം. സാമൂഹ്യ പാഠം, ചരിത്രം എന്തിനാണ് പഠിക്കുന്നത്? ഇന്നലകളിലെ വെദർ they have achieved or not. Yes. If they achieve, why? If not, why? എന്നതല്ലേ. പക്ഷെ ഇന്ന് എന്താ? ഇപ്പോൾ എനിക്കതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് NCERTയുടെ പുതിയ പാഠപുസ്തക ഈ വിശകലനത്തിലും ചേഞ്ചൊക്കെ വന്നപ്പോൾ അതിൻ്റെ കരിക്കുലം ഹെഡായി നമ്മൾക്ക് ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു വർത്താനം എന്താ പറയുന്നത്? മുഗൾ ചരിത്രം അത് ഭീകരമായ ടെററിസത്തിൻ്റെ അല്ലെങ്കിൽ ഇൻവേഷൻ്റെ വയലൻസിൻ്റെ ഒരു കാലമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒഴിവാക്കിയത്. ആർക്ക് വിശ്വസിക്കാൻ കഴിയും അത്? കുലിൽ സുൽ മുഗൾ ഭരണാധികൾ നടപ്പിലാക്കിയ പീസ് ടു ആൾ. ഇന്ത്യ ഇന്നും ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ മന്ത്രമല്ലേ അത്. അക്ബർ ഒരു മതേതരവാദി. ആരാണ് മതേതരവാദി എന്ന് പറഞ്ഞാൽ അക്ബറിനേക്കാളും വലിയൊരു മതേതരവാദി ഉണ്ടോ? കാരണം അദ്ദേഹം സ്വന്തമായി ദീനിലായി എന്നൊരു മതം ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും പാടി പുകഴ്ത്തിയല്ലേ വേണ്ടത് വർത്തമാന ഇന്ത്യയിൽ? അതല്ലല്ലോ ചെയ്യുന്നത്. അയാളെ ഫനാറ്റിക്സ് ആക്കുന്നു, അരംഗസീവനാക്കുന്നു. അവരൊക്കെ നമുക്കറിയാം കേവലമായ രാഷ്ട്രീയപരമായ. ആ സമയത്ത് പോലും അവർ ആക്രമിച്ചപ്പോൾ എവിടെയൊക്കെ ആക്രമിച്ചു? പേർഷ്യ ആക്രമിച്ചില്ലേ? ഇന്ത്യക്ക് പുറത്ത് മറ്റു രാജ്യങ്ങൾ ആക്രമിച്ചില്ലേ? അന്നത്തെ മുസ്ലിം രാജ്യങ്ങളൊക്കെ അവർ ആക്രമിച്ചിട്ടില്ല. ആക്രമണത്തിന് താല്പര്യം എന്തായിരുന്നു? ഇറ്റ് ഈസ് റിയലി ക്ലിയർലി പൊളിറ്റിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ താല്പര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങളായിരുന്നു, ഉറപ്പല്ലേ. പക്ഷെ അത് മുഗൾ സാമ്രാജ്യ ഭരണം ഇന്ത്യയിൽ സംസ്കാരത്തെയും കലയും വിദ്യാഭ്യാസത്തെയും എല്ലാം എത്ര മഹത്വവൽക്കരിച്ച മാനവൽക്കരിച്ച ഒരു ഭരണം ഉണ്ടായിട്ടില്ല. സത്യമല്ലേ? ഇന്ത്യ ഇന്നത്തെയും നമ്മൾ കാണുന്ന എല്ലാ തിരുശേഷിപ്പുകൾ, ഈ രാജ്യത്ത് കാണുന്ന സ്മാരക സൗധങ്ങൾ, പക്ഷേ ഇന്നോട്ട് പറയാണ് അതങ്ങൾ മാറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പ്രാക്തനമായ ഇന്ത്യയുടെ സവിശേഷമായ ഒരു പശ്ചാത്തലം ഇന്ത്യക്കുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നുകൊണ്ടല്ല പകരമായി പിൽക്കാലത്ത് വേദകാലത്തിന് ശേഷം ലേറ്റർ വേദിക് പിൽക്കാല വേദയുഗത്തിലെ ഒരു ആര്യൻ ഷോവനിസം ഉണ്ടായി. ആ വരവാണ് നമുക്ക് സൈന്ധവ നദിയുടെ സംസ്കാരം. ആ സംസ്കാരം ലോകോത്തര സംസ്കാരമാണ്. മെസ്സപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ സംസ്കാരം പോയി. ആ സംസ്കാരം ഇവിടെ തകർക്കപ്പെട്ടതാണ്. അതിന് കാരണങ്ങൾ പലതും പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്. ആര്യൻ ഇൻവേഷൻ അത് സുവിദിതമായ ഒരു സംഗതിയാണ്. ആര്യന്മാർ ഇന്ന് ഈ ഒരു പ്രാചീനതയെ ഉയർത്തിപ്പിടിച്ച് മധ്യകാലവും മറ്റെല്ലാം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തിയോടും പൂർവികരാണ്. അത് സത്യമാണ്. പക്ഷേ അത് നമ്മൾ പുകഴ്ത്തുകയാണ്. അവരെയും പുകഴ്ത്തുന്നു, സംസ്കാരത്തെയും പുകഴ്ത്തുന്നു. അതാണ് ഡോക്ടർ CK കരീം വാട്ട് ഹാപ്പനിങ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കൊടുത്തത്. അത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സംസ്കാരം കെട്ടിപ്പൊക്കിയത് നമ്മൾ പ്രശംസിക്കുക, അത് തകർത്തവരെയും പ്രശംസിക്കുക. ഇതൊരർത്ഥമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ ഇന്നത്തെ ദേശീയ തലങ്ങളിൽ സത്യത്തിൽ വിദ്യാഭ്യാസ അവകാശ നിയമമൊക്കെ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ അന്ന് കപിൽ സിബലാണ് അന്ന് മാനവശേഷി വകുപ്പ് മന്ത്രി. അതിന് പറ്റി പറയുമ്പോൾ എന്നാ പറഞ്ഞാൽ ടു എനേബിൾ ദം ടു ഗെറ്റ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ വിദ്യാഭ്യാസ അവകാശ നിയമം എന്തിന്? ടു എനേബിൾ ദം
ടു ഗെറ്റ് ദെയർ റൈറ്റ്. ആ റൈറ്റാണ് അവർക്ക് എന്തൊക്കെ ഡിപ്രൈവ് ചെയ്തോ, അവർക്ക് എന്തൊക്കെ അത് സോഷ്യോ പൊളിറ്റിക്കൽ എക്കോണമി കാരണം കൊണ്ട് ഡിപ്രൈവ് ചെയ്യപ്പെട്ടോ, ആ ഡിപ്രൈവ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നും ഇന്ത്യയിലെ ദയനീയമായൊരു സ്ഥിതി. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്, പകരം എന്തോ മറ്റു ചില ആ, താല്പര്യങ്ങളിലേക്ക് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യവും ഇന്ത്യക്കുണ്ടായിരുന്ന പ്രാക്തനമായ ഒരു ഒരു ഇത് ആ ഒരു സാംസ്കാരിക പ്രവാഹമായിരുന്നു. ആ പ്രവാഹം തടയപ്പെട്ടു. സാംസ്കാരിക പ്രവാഹമായിരുന്നു. ബുദ്ധ പഠനവും ബുദ്ധനും ബുദ്ധ ഭിക്ഷുക്കുകളും ഈ രാജ്യത്തുടനീളം ഉം. അവരുണ്ടാക്കിയ പാഠശാലകൾ അവരുടേതാ, അവരാ തുടങ്ങിയത്. അത് മുഴുവനായി തകർക്കുക ചെയ്ത്, ഇല്ലാതാക്കുക ചെയ്ത്, അക്ഷരവൈരികളായി ഈ രാജ്യത്തെ പ്രാക്തന അക്ഷര കേദാരങ്ങളെ തകർത്തവരിന്ന് പുതിയ ജാതീയതയുടെയും പലതിൻ്റെയും പേരിൽ, ഒരുപക്ഷെ അത് വർണ്ണവെറിയുടെ ഒക്കെ പേരിൽ, അകൽച്ചയുടെ പേരിൽ, വിദ്യാഭ്യാസം എന്താണ് അത് ഫോർ സോഷ്യൽ കൊഹിഷൻ ആണെങ്കിൽ, അത് സാമൂഹ്യമായി കൂട്ടിച്ചേർക്കലിനാണെങ്കിൽ നേരെ വിപരീതം സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുതിയ ചില താല്പര്യങ്ങൾ വിദ്യാഭ്യാസ പാഠ്യപദ്ധതികൾ പോലും കടത്തി വരുമ്പോൾ അവിടെ നമ്മൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ ചിന്തകൻ എന്ന അർത്ഥത്തിൽ നമുക്ക് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വെല്ലുവിളി ഉണ്ടല്ലോ അവിടെ. ഇതിനെ എങ്ങനെ നമ്മൾ നേരിടും? നമ്മളിതിൽ സത്യത്തിൽ എല്ലാം ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞ പോലെ വിദ്യാലയങ്ങളിൽ തന്നെയാണ് തുടങ്ങേണ്ടത്. കുട്ടികളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ചെറിയ ക്ലാസ്സിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് പറയുമ്പോൾ എന്താ, ചരിത്ര പഠനം. നമ്മളിപ്പോൾ ചരിത്രം പഠിപ്പിക്കുന്നു. എന്തിനാണ് പഠിപ്പിക്കുന്നത്? അത് നമ്മളിൽ ദേശാഭിമാനം അങ്കുരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു ചരിത്രം പഠിക്കുന്ന കുട്ടിക്ക് ഈ രാജ്യത്തോടുള്ളൊരു സ്നേഹം ഉണ്ടാവും, സമൂഹത്തോടുള്ള സ്നേഹം പ്രതിബദ്ധത ഉണ്ടാവും, അവനിലൊരു സഹകരണ ബോധം ഉണ്ടാവും. അതുപോലെ അവന് ഏതൊക്കെ അർത്ഥത്തിലുണ്ടോ അവൻ്റെ ഒരു ബോധതലത്തിലേക്ക് ഇതങ്ങ് സന്നിവേശിപ്പിക്കുമ്പോൾ അവനറിയാതെ അവനൊരു ലോക വീക്ഷണം ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതിയുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇടുങ്ങി ചെറുതായി. അതുപോലെ ചരിത്ര പഠനത്തിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ വ്യക്തികളെക്കുറിച്ച് പഠിക്കുന്നു. അവരുടെ വ്യക്തിത്വങ്ങളിലെ നല്ല സ്വഭാവങ്ങൾ നമ്മൾ സാംശീകരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ മതങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. മതങ്ങളുടെ സംവാദാത്മകമായി മതങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ആ മത ടീച്ചിങ്, മതങ്ങൾ മാത്രമല്ല കൺഫ്യൂഷ്യാനിസം പോലുള്ള കൺഫ്യൂഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഇവരൊക്കെ പഠിക്കുമ്പോൾ അവരൊക്കെ ലോകത്തിനു മുമ്പാകെ പറഞ്ഞതും പഠിപ്പിച്ചതുമായ ഒരുപാട് മൂല്യസങ്കല്പങ്ങളുണ്ട്. ഇത് നമ്മളറിയാതെ പകർത്തുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിലേക്കും അത് വരികയാണ്. പകരം ഇവിടെ സംഭവിക്കുന്നതല്ല. ഇപ്പോൾ ഒറ്റ ഉദാഹരണം പറയട്ടെ, ദ സോർഡ് ഓഫ് ടിപ്പു സുൽത്താൻ, ടിപ്പുവിൻ്റെ കരവാൾ എന്ന പുസ്തകം. അത് നമ്മൾ ടി വിയിലൊക്കെ ഈ സിനിമക്കായി വന്ന ഒരു ഘട്ടമുണ്ടായി. ആ സമയത്ത് അത് കണ്ടു. ആ ഒരു പുസ്തകത്തിൽ ഭഗവാൻ ഗുദ്വാനി അദ്ദേഹം എഴുതുന്ന അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ചെറിയൊരു കഥ. ആ കഥയിൽ അദ്ദേഹം ഒരിക്കൽ ലണ്ടൻ മ്യൂസിയത്തിൽ ലണ്ടൻ മ്യൂസിയത്തിൽ അദ്ദേഹം ഇങ്ങനെ പോയി, അവിടെ പഠനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പോയി വന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫ്രഞ്ച് വിദ്യാർത്ഥി ഇറങ്ങി വരുന്നുണ്ട്. പെട്ടെന്ന് മഴ പെയ്ത് ഫ്രഞ്ച് വിദ്യാർത്ഥി കുട ചൂടി. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ കുട ചൂട് കണ്ട പോയി ചൂടി. അപ്പോൾ രണ്ടുപേരും ഇന്ത്യക്കാരനാണ്, ഫ്രാൻസിലെ വിദ്യാർത്ഥി, രണ്ടാളും ഒന്നിച്ച് വന്നത് ഒരു പഠന താല്പര്യത്തിൽ വന്നവരാണ്. അപ്പോൾ ഒരു സംസാരത്തിനിടയിൽ ഞാൻ ലോകത്തിലെ, ഈ ഫ്രഞ്ച് വിദ്യാർത്ഥി പറയാണ്, ലോകത്തിലെ ഞാൻ മഹാന്മാരായ ചക്രവർത്തിമാരെക്കുറിച്ച്, ഭരണാധികാരികളെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഒരേ ഒരാൾ യുദ്ധക്കളത്തിൽ ശത്രു സൈന്യത്തോട് പടവെട്ടി മരിച്ചു വീണ ഒരേ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ നാട്ടുകാരനായ ടിപ്പു സുൽത്താൻ. ഭഗവാൻ ഗുദ്വാനിക്ക് അത്ഭുതമായി. അദ്ദേഹം ഒരു വലിയ, ഈ പറഞ്ഞ പോലെ ഒരു വലിയ വൈജ്ഞാനിക, ഈ രംഗത്തൊക്കെ വലിയ ആളായി നിൽക്കുന്ന, സത്യത്തിൽ അദ്ദേഹം ഒരു ഷെയ്മായ അദ്ദേഹം നാട്ടിൽ തിരിച്ചു വന്ന് 12 വർഷത്തെ നിരന്തരമായ പഠനം, 12 വർഷം അദ്ദേഹം എടുത്തു. അത് കൃത്യമായിട്ട് പറയുന്നത്. 12 വർഷം അദ്ദേഹം ഡൽഹി മ്യൂസിയത്തിൽ, മറ്റേ ആർക്കൈവിൽ, വേൾഡ് അടിസ്ഥാനത്തിലോ അദ്ദേഹം സഞ്ചരിച്ച്, അദ്ദേഹം ശേഖരിച്ച്, എന്നിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ടിപ്പുവിൻ്റെ കരവാൾ. ആലോചിക്കണം നിങ്ങളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും പറഞ്ഞത്. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു ടിപ്പുവിനാണല്ലോ എൻ്റെ ചരിത്രാധ്യാപികൻ എന്നെ പഠിപ്പിച്ചത്. നമ്മൾ അടിവരയിടേണ്ട, വർത്തമാന കാലത്തിലും ഇന്നും അദ്ദേഹം എഴുതി വെച്ചിട്ട് ഒരുപാട് പതിറ്റാണ്ടുകളെ
അങ്ങനത്തെ ഒന്നിനെ ഒരു ടിപ്പുവിനാണല്ലോ എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചത്. പിന്നെ അദ്ദേഹം 12 വർഷത്തെ ഒരു സബരിയായി എടുത്തിട്ടാണ്. അപ്പോൾ ഇവിടെ സത്യത്തിൽ ടിപ്പു ആരാണ്? ടിപ്പു മലബാറിൽ വന്ന് ചെയ്തിട്ടുള്ള എന്താണ്? ഏറ്റവും വലിയ എക്കോണമിക് റിഫോമർ ആയിരുന്നു അദ്ദേഹം. ആ ഭാഗം പറയണ്ടേ? അതിന് നിർബന്ധിക്കുമ്പോൾ ചിലരൊക്കെ വിളിച്ചു വരുത്തിയപ്പോൾ ഹജൂർ കച്ചേരിയിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ അതെന്നെ മാർഗം കൂട്ടാനാണെന്ന്. ഇന്നത്തെ പോലെ പുതിയ കാലത്ത് പോലെ എയറിൽ അതങ്ങ് സാമൂഹ്യ മാധ്യമങ്ങളില്ല എന്നുള്ളൂ, എയറിൽ അതങ്ങ് പ്രചരിപ്പിക്കുകയാണ്. ജലാലുദ്ദീൻ ഖിൽജി, അലാവുദ്ദീൻ ഖിൽജി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാർക്കറ്റ് റിഫോമറാണ്. ശരി, ഏറ്റവും വലിയ മാർക്കറ്റ് റിഫോമറാണ്. പക്ഷെ നമ്മൾ അടുത്ത കാലത്ത് കണ്ട ഒരു സിനിമ എന്താ? ആ സിനിമയിലൂടെ കൊണ്ടുവരുന്നത് എന്താ? ആ ധാരണകളെല്ലാം മാറ്റിയിട്ട് ഇയാൾ മറ്റൊരു രജപുത്ര സ്ത്രീയെ പ്രേമിച്ച കഥ കൊണ്ടുവന്ന് അഭിനയിക്കാൻ പോയ അവരുടെ മൂക്ക് ചെത്തുമെന്ന് പറയുന്ന ഈ ഫനാറ്റിസ്റ്റുകളുടെ, ഈ മതഭ്രാന്തരുടെ ഒരു കാലത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ റിഫോം ഇന്ന് പോലും നമുക്ക് തൊടാൻ, ഈ ആധുനികത്തിൽ പോലും കൈവെക്കാൻ കഴിയില്ല. അത്ര വലിയ മാർക്കറ്റ് റിഫോംസ് ഉണ്ട്. പക്ഷേ അതൊന്നുമല്ല ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് എന്നത്. അപ്പം അതുകൊണ്ട് നേരാം ചരിത്രം, സത്യം പറഞ്ഞാലും പഠിപ്പിച്ചാലും മതിയല്ലോ. ആർക്കും ഇതിനെ വെള്ളപൂശേണ്ട ഒരു കാര്യമില്ല. അവിടെയാണ് അക്ബറായാലും ഈ ഒരു ഭാഗമില്ലേ, ഔറംഗസീബ് എന്ന ചക്രവർത്തി, അദ്ദേഹം തെന്നിന്ത്യ, ഇന്നത്തെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെ ഈ ദക്ഷിണേന്ത്യ വരെയെ എത്ര വിശാലമായ ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്. പക്ഷെ അദ്ദേഹം ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കാതെ തൊപ്പി തുന്നി കൊടുത്ത് ഖുർആൻ ഇത് എന്താണ് അത് കമ്പൈൽ ചെയ്ത് ബൈൻഡ് ചെയ്ത് കൊടുത്ത് കിട്ടുന്ന തൊപ്പി തുന്നിയൊക്കെ കിട്ടുന്ന ആ വരുമാനം കൊണ്ടാണ് അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം നിർവഹിച്ചതെന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ മകനെ വിട്ടുകൊണ്ട് എന്താണ് പ്രാക്തന കാലഘട്ടങ്ങളിലെ ഇവിടുത്തെ എല്ലാ ഏറ്റവും പ്രാചീനമായ ഇന്ത്യയുടെ വലിയ ഗ്രന്ഥങ്ങൾ അത് പരിഭാഷപ്പെടുത്താനും പഠിക്കാനും അത് മറ്റു ഭാഷയിലേക്ക്, പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ സ്വന്തം മകനെ അത് അദ്ദേഹം ചുമതലപ്പെടുത്തി എന്ന് പറയുമ്പോൾ, പിന്നീട് ആ പുസ്തകങ്ങളാണ് പിന്നീട് ഇംഗ്ലീഷിലേക്കും യൂറോപ്പിലേക്കൊക്കെ. അപ്പോൾ ഇവിടെ പരിഹസിക്കപ്പെടുകയാണ് ഈ മതത്തെയും ഈ വ്യക്തികളെയും. അപ്പോൾ ലോകത്തിന് മുമ്പിൽ അത്ര വലിയ വൈജ്ഞാനിക രംഗത്ത് പോലും മാർഗദർശകരായി ഇവരൊക്കെ മാറുമ്പോൾ, പക്ഷെ ഇവിടെ തമസ്കരണമാണ്. മിഡിവൽ ഇന്ത്യയെ മാറ്റി നിർത്തിയാൽ പിന്നെ എങ്ങനെ? പിന്നെ കൊണ്ടുവരുന്ന പുതിയൊരു ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ താല്പര്യം, അതുപോലെ വർഗീയ താല്പര്യം. അതുകൊണ്ടാണ് പറഞ്ഞത് എഡ്യൂക്കേഷൻ ആക്ച്വലി ഇറ്റ് ഇസ് എൻ പൊളിറ്റിക്കൽ ആക്ട്. ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇതിനെ മാറ്റാൻ കഴിയില്ല. കാരണം അവരുടെ കൈകളിലാണ്, ഭരണാധികാരികളാണ് ഇതിൻ്റെ നയവും പോളിസും. ഇപ്പം തന്നെ ഈ ദേശീയ വിദ്യാഭ്യാസ നയമൊക്കെ നടപ്പിലാക്കിയപ്പോൾ നിങ്ങൾ നോക്ക്, വേറെ പല ബില്ലുകളും പോലെ ഈ ബില്ല് ആരൊക്കെ എത്ര ബാധിക്കുന്നൊരു ബില്ലാണ്. പക്ഷേ പാർലമെൻറ്റ് കണ്ടില്ല, ഒരു ചർച്ച പോലും ഉണ്ടായില്ല, രാജ്യസഭയിൽ ചർച്ച പോലും ഉണ്ടായില്ല. ഇല്ലാതെയാണ് വിദ്യാഭ്യാസ നയം 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുന്നത്. എന്നാലോ ഇന്ത്യയിലെ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് എത്ര രാജ്യാന്തരമായ അന്തർദേശീയ വ്യക്തിത്വങ്ങളൊക്കെ വന്ന് ഒരുപാട് ചർച്ചകൾ, സംവാദങ്ങൾക്ക് ശേഷമാണ് 1968 കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത്. അത് നടപ്പിലാക്കി ഇന്ന് പോലും അത് അന്യോന്യം നിൽക്കുകയാണ്. ഇവിടെ അതുണ്ടായില്ല. പക്ഷേ ഇത് രാജ്യമൊട്ടാകെ ബാധിക്കുന്ന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ വളരെ ദൗർഭാഗ്യകരമായൊരു സ്ഥിതി ഇവിടെ നിലനിന്ന് പോകുന്നു. നമുക്ക് അതിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഓരോ പൗരൻ എന്ന അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസപരമായ പുരോഗതി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സമൂഹത്തിന് കൂടി ബാധിക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തു വന്നത്, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം നേടാൻ കഴിയുക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ കേരള പശ്ചാത്തലങ്ങളിലും ഇന്ത്യയിൽ ഏറ്റവും റോൾ മോഡലായ ഒരു സ്റ്റേറ്റ് എന്ന അർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് അതിൻ്റെ ലക്ഷ്യം നേടിയൊരു സമൂഹമായിട്ട് നമ്മൾ മാറിയിരുന്നു. പക്ഷേ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗത്തു കൂടിയും ചർച്ച ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ കുറച്ചുകൂടിയും വൈഡായ മറ്റു തലങ്ങളിൽ അടുത്ത എപ്പിസോഡിലൂടെ ചർച്ച ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ സാർ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ
അതിൻ്റെ ഒരു വെല്ലുവിളി അവിടെ ഒരു കുറേ കാര്യങ്ങൾ അവിടെ നമ്മൾ പ്രതിസന്ധികളോട് പറഞ്ഞു. പക്ഷേ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പുതിയ കാലഘട്ടങ്ങളിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അതിൻ്റെ ആ ഒരു ലക്ഷ്യം പ്രാപിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ അവസ്ഥ എന്താണ്? വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ബേസിക്കായ ചില അടിസ്ഥാന ലക്ഷ്യങ്ങളുണ്ട്. സാക്ഷരരാക്കുക, ഉം. അത് അക്ക അക്ഷര ഉം. അതുപോലെ വായന റീഡബിലിറ്റി ഉള്ള ഒരു സമൂഹത്തെ അതിൻ്റെ ബേസിക്കാണ്. യെസ്, അപ്പം ആ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ നമ്മൾ 100% വിജയിച്ചു. യെസ് 100% തന്നെ പറയാം. ഇന്ത്യയിലെ മറ്റു രാജ്യങ്ങൾ രാജ്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ അതിൽ 100% തന്നെ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇപ്പോഴും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള ക്യാമ്പയിൻ നടക്കുമ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അത്ര ഒരു ക്യാമ്പയിൻ നമുക്ക് ആവശ്യമില്ല. അത് ഈ നാട്ടിലെ കേരളത്തിൻ്റെ കേരളപ്പിറവിക്ക് മുമ്പും തിരുവിതാംകൂർ രാജ്ഞിയൊക്കെ 1800-കളുടെ ആദ്യത്തിലാണ് എന്ത് ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ അനിവാര്യമാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്നത് 1800-കളുടെ ആദ്യത്തിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നാട് അത് തുടങ്ങി എല്ലാവരും അതിൽ സാമൂഹ്യ സാംസ്കാരിക പ്രതിബദ്ധതയുള്ള നേതാക്കളുണ്ടായിട്ടുണ്ട്, സാംസ്കാരിക പ്രസ്ഥാനങ്ങളുണ്ടായിട്ടുണ്ട്, എല്ലാ നവോത്ഥാന നായകരുണ്ടായിട്ടുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും ശ്രമഫലമായിട്ടാണ്. അതുകൊണ്ടാണ് കേരളപ്പിറവിക്ക് മുമ്പ് തന്നെ ഇവിടെ 10,000-ഓളം സ്കൂളുണ്ട്. കേരളപ്പിറവിക്ക് മുമ്പ് തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു മൂവ്മെൻറ്റ് കേരളത്തിലുണ്ടായി. ഇതിൻ്റെയൊക്കെ ഫലമായി ഈ നമ്മളുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടായ വലിയ മാറ്റം. അതുകൊണ്ടാണ് കേരളം ഇത് തന്നെയാണ് അത്. പക്ഷേ ഇത് നമ്മൾ എൻറോൾമെൻറ്റിൻ്റെ കാര്യത്തിൽ സാക്ഷരത കാര്യത്തിൽ നമ്മൾക്ക് മുമ്പിലെത്തിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഈ ഒരു പ്രതിഭകളെ പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായൊരു വിജയം ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത് അമർത്യ സെൻ ലോകപ്രശസ്തനായ എക്കോണമിസ്റ്റാണ്, വലിയ സൈദ്ധാന്തികനാണ്, ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമുണ്ട് ഇതിൽ. അദ്ദേഹം ചോദിച്ചതാണ്, കേരളം മിക്ക കുട്ടികളും വീടുകളിൽ നിന്ന് വിദ്യാലയത്തിൽ എത്തുന്നുണ്ട്, എല്ലാ കുട്ടികൾക്കും സ്കൂൾ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, പ്രതിഭാധനരായ ഒരുപാട് കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ പിന്നെ എന്താ കേരളത്തിൽ സംഭവിക്കുന്നത്? കേരളം സാമ്പത്തികമായി അനുദിനം കടക്കണിയിലേക്ക് പോകുന്നു. കേരളം സാമൂഹിക രംഗങ്ങളിൽ ഒരുപാട് മൂല്യച്യുതിയിലേക്ക് പോകുന്നു. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ ഒരുപാട് പുഴുക്കുത്തുകൾ വരുന്നു. അപ്പോൾ സർഗധനരായ ഇത്തരം ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്ന മറ്റു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ അപേക്ഷിച്ച് അങ്ങനെയുള്ള ഒരു കുട്ടി ആ കേരളത്തിൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യം, ഈ ചോദ്യത്തിനൊരു ഉത്തരം കൃത്യമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരു ചേഞ്ച്, ഒരു മാറ്റം ഈ ഒരു കാഴ്ചപ്പാടിലെല്ലാം ഇനി വരേണ്ടതുണ്ട്. അവിടെയാണ് കുറച്ച് നമ്മളിതിൽ ജോബ് ഓറിയൻറ്റഡായി വിദ്യാഭ്യാസം എന്തെങ്കിലും എവിടെ ഒന്ന് ജയിച്ച് ചേരാനാണ് എന്നൊരു ഭാഗമാണ്. പക്ഷെ നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമാണെങ്കിൽ വലിയ പാഠ്യപദ്ധതി, ചട്ടക്കൂടുകൾ, സിലബസ്, അതിൻ്റെ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ സാധാരണ നമ്മൾ പറയും പാഠ്യപദ്ധതി എന്ന് പറയുമ്പോൾ, കരിക്കുലം എന്ന് പറയുമ്പോൾ അതൊരു 3 കമ്പോണൻ്റാണ് കാര്യമായിട്ട്. കണ്ടൻ്റ് ഉണ്ട്, അത് ഉള്ളടക്കമാണ്, മെത്തഡോളജി ഉണ്ട്. മെത്തഡോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഈ ബോധന പ്രവർത്തനങ്ങളാണ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അതിൻ്റെ ഇവാലുവേഷൻ ഉണ്ട്. അതിൻ്റെ 3 ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഘടകങ്ങളിൽ നിന്ന് സ്കൂളും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു കാര്യം കൂടി ഇതിൽ നമ്മുടെ ഒരു യഥാർത്ഥ ലക്ഷ്യം. അപ്പോൾ ഇവിടെ ഒന്ന് ആ ഒരു പഠനവും കഴിഞ്ഞ് ലക്ഷ്യമില്ലാതെ, ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ പൊങ്ങുതടികളായി ഇങ്ങനെ പോയി ഇറങ്ങി വരുന്ന കുറേ പേർ, അവർ പിന്നെ എന്താവുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. അതേസമയം അവരിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ചില ലക്ഷ്യങ്ങൾ, ഇപ്പോൾ കേരളത്തിലിപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റും അവർ പറയുന്നു മികവാർന്ന ഒരു വിദ്യാഭ്യാസമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഈ മികവാർന്ന വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ പല പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ പ്രൊഫസർ M.A. ഖാദർ കമ്മീഷൻ, അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നു. അതൊക്കെ മികവുള്ള വിദ്യാഭ്യാസം, ഏത് വിദ്യാഭ്യാസം എന്നും എല്ലാ ഗവൺമെൻറ്റും മാറി മാറി മികവുള്ള വിദ്യാഭ്യാസം തന്നെ കൊടുത്തത്, ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്.
പക്ഷേ ഇതിൻ്റെ ഒരു റിസൾട്ട് കാണുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം. അപ്പം ഇൻഷാ അല്ലാ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഏകദേശം ഇവിടെ സമയമായിട്ടുണ്ട്. അപ്പം നമ്മൾ പുതിയ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ, അതിൻ്റെ ലക്ഷ്യം, അത് സൊസൈറ്റിയിൽ എത്രമാത്രം അതിൻ്റെ സ്വാധീനങ്ങൾ, നമ്മൾ തുടക്കത്തിൽ വന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എഡ്യൂക്കേഷൻ മനുഷ്യനെ പരിവർത്തിപ്പിക്കുന്നു, മൂല്യവത്തായ ഒരു ജീവിത സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിനുള്ള ചലഞ്ചസ് പലതും മുന്നിലുണ്ട്. അപ്പോൾ അതിനെ അതിജീവിക്കുക തന്നെ വേണം. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകണം ഇൻഷാ അല്ലാ. അടുത്ത എപ്പിസോഡുകളിലൂടെ ഇതിൻ്റെ അനുബന്ധമായ വിഷയങ്ങളിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കൂടെ വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടുള്ള CP ചെറിയ മുഹമ്മദ് സാഹിബും അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയുമായിട്ടുള്ള സാറിനെ ഈ ഒരു പ്രത്യേകിച്ച് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ പീസ് റേഡിയോ പ്രത്യേകമായ കൃതജ്ഞത അറിയിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായിട്ട്, ഇതിൻ്റെ അനുബന്ധമായ വിഷയമായിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.